ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചിരാതാണ്. അതിലോട്ട് കുറച്ച് കാപ്പുപൊടി ഇട്ട് കൊടുക്കാം. കാപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു കർപ്പൂരമാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് അതൊന്ന് മിക്സാക്കി ആ കാപ്പുപൊടിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അത് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു കർപ്പൂരോടെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കത്തിക്കുന്നുണ്ട്. അങ്ങനെ അത് കർപ്പൂരം കത്തിച്ച് അത് കഴിഞ്ഞിട്ട് ആ കാപ്പുപൊടിയിലോട്ടും ഒന്ന് തീ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തീ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ഒന്ന് ഓഫാക്കാമേ. അങ്ങനെ ഓഫാക്കുന്ന സമയത്ത് ആ കാപ്പുപൊടിയും ഇങ്ങനെ നീറി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത്. നമ്മളിതിനകത്ത് ഗ്രാമ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കത്തുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് നല്ലതായിരിക്കും. പക്ഷേ കൊതുകുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണ്. അപ്പോൾ ആ കൊതുകിനെയും ഈച്ചയും ചെറു പ്രാണികളെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അത് പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് കൊതുക് ശല്യമൊക്കെ കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ കൊതുകിനെയും ഒക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ കൊതുശല്യം കൂടുതലുള്ള അവിടെ കൊണ്ട് വെക്കാവുന്നതാണ്. കർട്ടൻ്റെ ഒക്കെ സൈഡിലാണെങ്കിൽ എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൊതുശല്യം, ഈച്ചശല്യവും പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും. അപ്പം ആ സ്ഥലത്ത് ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ കൊതുകിനെയും പല്ലി പാറ്റയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇതിൻ്റെ സ്മെല്ല് ഈ ജീവികൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അധികം കാശ് മുടക്കില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ കർപ്പൂരം ഒന്ന് കത്തിച്ച് അതിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ഇപ്പോൾ കൊതുകിൻ്റെയൊക്കെ ശല്യം ആയതുകൊണ്ട് നമ്മൾ വൈകിട്ടൊക്കെ സാമ്പ്രാണി ഇതുപോലെ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സാമ്പ്രാണി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കത്തിക്കുന്നുണ്ട്. അങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് എന്താ ചെയ്തെന്ന് നോക്കാം. അത് നന്നായിട്ട് കത്തി വന്നിട്ട് അതൊന്ന് ഊതിക്കെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കുപ്പിയാണ്. അപ്പോൾ ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ കുപ്പിക്കകത്ത് 3/4 വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അടപ്പിൻ്റെ ഹോൾ ഇട്ടെടുത്തോട്ട് നമ്മുടെ സാമ്പ്രാണി ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഇരിക്കും. അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ കുപ്പിയിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് അത് മറിഞ്ഞു പോകത്തുമില്ല. അതുപോലെ അത് കത്തി തീരുന്ന സമയത്ത് ആ കുപ്പിക്കകത്തോട്ട് തന്നെ ആയിരിക്കും അത് വീഴുന്നത്. നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയാണ് കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. അടുത്ത മൂന്നാമത്തത് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അതിലോട്ട് ആവശ്യമുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 കപ്പോളം വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആ പുട്ടുപൊടിയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട്. ഇങ്ങനെ 2 കപ്പ് വെള്ളം ഇങ്ങനെ നമ്മളെടുത്ത കണക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ആ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴത്തേനും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാവുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് ആ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ നനച്ചെടുത്ത പുട്ടുപൊടി ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് അത് ഉരുണ്ട് വരിക. അതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോയി. അതാണ് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണക്ക്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ നനച്ചെടുത്ത പുട്ടുപൊടി കിട്ടിയിരിക്കുന്നത്.
നനച്ചിട്ട് പുട്ടുപൊടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടിയത് ഇതുപോലൊരു കുപ്പി ഗ്ലാസ് ആണ്. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് ചില എണ്ണമയം ഒന്ന് തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നനച്ച് വെച്ച ആ പുട്ടുപൊടി ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും നനച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. എന്നാലേ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ശകലം തേങ്ങയുടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇടിയപ്പം തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം. ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് കമത്തി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇടിയപ്പത്തട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പാത്രം ആയാലും ഉപയോഗിക്കാവുന്നതാണ്. അതിലോട്ടാണെങ്കിലും കമത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇടിയപ്പത്തട്ട് നമുക്കിടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിറച്ചെടുത്ത ആ പുട്ടുപൊടി അതിലോട്ട് കമത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കമത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഇളകി വരാനായിട്ട് പാടട്ടെ. ജസ്റ്റ് ടോപ്പിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അത് ലൂസായി വരുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുട്ടുകുറ്റി ഇല്ലെങ്കിലും നമുക്ക് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഗ്ലാസ്സിൽ നിറച്ചുണ്ടാക്കാവുന്നതാണ്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പുട്ടുപൊടി ഫില്ല് ചെയ്ത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മൊത്തം നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പുട്ടുകുറ്റിയൊന്നും ഇല്ലെങ്കിലും ഇടിയപ്പത്തട്ടോ ഒന്നും ഇല്ലേ തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ പുട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഒന്ന് വെച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം വെക്കുന്നത്. പിന്നെ അടുത്ത് വെക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ച് വെക്കണം. അപ്പോൾ ഞാൻ അടിയിൽ ടിഷ്യൂ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകും, ഒരു സൈഡിലോട്ടങ്ങ് മറിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾക്ക് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലാസ് ഉപയോഗിച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് കുപ്പി ഗ്ലാസ് ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കുപ്പി ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സും ഒക്കെ എടുക്കുമ്പോൾ താഴേന്ന് അതിൻ്റെ ചോട്ടിൽ നിന്ന് മുകൾ ഭാഗം വരെ ഒരേ വലുപ്പത്തിലുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് അതിൻ്റെ ചോട് ഭാഗം കുറച്ച് വിസ്താരം കുറവുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതുപോലെ നമ്മൾ ഇതുപോലെ ഈ ഗ്ലാസ്സിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് തേങ്ങ വെക്കണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തേങ്ങ വെച്ച് കൊടുത്താണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ചെമ്പിലോട്ടൊന്ന് ഇടിയപ്പത്തട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടയ്ക്കുന്നുണ്ട്. അടയ്ക്കുന്ന സമയത്താണ് മനസ്സിലായത് അതിൻ്റെ ടോപ്പ് ആ അടുപ്പിലൊന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ പുട്ട് ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ കയറി നമ്മുടെ പുട്ട് നന്ന രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിന് നമ്മൾ എങ്ങനെയാണോ പുട്ടുകുറ്റിയിലുണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒട്ടും പൊട്ടിയൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അതേ ഷേപ്പിൽ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് ചിലർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഒറ്റ അടിക്ക് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം. ഈ രീതിയിലാകുമ്പോൾ മറ്റേ പുട്ടുകുറ്റിയിലാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒരു പാത്രത്തിലോട്ട് ഒരു പുട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പുട്ടിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ കടലക്കറി. അപ്പോൾ കടലക്കറി ഒഴിച്ചാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുത്. അതുപോലെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീട് ഇതുപോലുള്ള ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.